ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. 5 PYQ, 5 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. 3 സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്ത ശേഷം നിങ്ങൾ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ശേഷം ഞാൻ ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് നോക്കൂ. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം എന്ന് പറയുന്നു. ശരിയാണേ? അതെ. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ് ഏത്? മുംബൈ സമാചാർ എന്ന് പറയുന്നത്. അത് ശരിയാണോ? അതും ശരിയാണ്. ഇനി 3, ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറയുന്നു. ഹിന്ദി ഭാഷയിലാണോ മുംബൈ സമാചാർ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കുന്നത്? അല്ല, അത് ഗുജറാത്തിയിലാണ്. മുംബൈ സമാചാർ എന്നൊക്കെ പറയുമ്പം ഹിന്ദിയിലാണെന്ന് നമുക്ക് തോന്നാം, ഗുജറാത്തിയിലാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗുജറാത്തിയാണ് മെയിനായിട്ട് ആൻസർ കണ്ടിട്ടുള്ളത്, ഇംഗ്ലീഷിലും ഉണ്ടെന്ന് പറയുന്നു. സോ മൂന്നാമത്തത് എന്താണ്? തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ളതായിരുന്നു. സോ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി ബംഗാൾ ഗസറ്റിനെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ലല്ലോ. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം എന്ന് പറയുന്നു. എപ്പോഴാണ് ഇത് പുറത്ത് വരുന്നത്? 1780 ജനുവരി 29-നാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആരാണിത് ആരംഭിച്ചത്? വ്യക്തിയാണ് ചോദിച്ചത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ് ഇത് ആരംഭിച്ചത്. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അതും കൂടി പഠിക്കാം. കൽക്കത്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1780 ജനുവരി 29-ന് കൽക്കത്തയിൽ നിന്ന് ആരാണ് ആരംഭിച്ചത്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഈ ഭാഗത്തു നിന്ന് വരാൻ പറ്റിയൊരു ചോദ്യമാണ് ഇത്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനുള്ളത് നോക്കി നോക്കൂ. യങ് ഇന്ത്യ എന്ന് പറയുന്നത് അതേപോലെ ഹരിജൻ ദാദാബായ് നവറോജി ആണോ? അല്ല, അത് തെറ്റിപ്പോയി. അപ്പം നമ്മളോട് ശരിയായ ജോഡിയാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ 1 വരുന്നതെല്ലാം പോവും. അപ്പോൾ 1 വരുന്നത് ഇതെന്തായാലും അല്ല. അടുത്തത് കേസരി മറാത്ത ബാലഗംഗാധര തിലകാണ്. അത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി ആണോ? അല്ല. ആരാണ്? ദാദാബായ് നവറോജി ആണ്. ഓക്കെ, അതുകൊണ്ട് 3ഉം തെറ്റി. അപ്പോൾ 3 വരുന്നതെല്ലാം പോയി. സോ നമ്മുടെ ആൻസർ ഏതാണ്? 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഇനി ഞാൻ ആൻസർ പറയാം, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. യങ് ഇന്ത്യ, ഹരിജൻ, കൂടാതെ ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഇതൊക്കെ ആരതാണ്? ഗാന്ധിജീൻ്റെ ആണ്, ദാദാബായ് നവറോജിൻ്റെ അല്ല. അപ്പോൾ എന്തൊക്കെയായിരുന്നു? യങ് ഇന്ത്യ, ഹരിജൻ ആരുടേതാണ്? ഗാന്ധിജീൻ്റെ ആണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജീൻ്റെ അല്ല. ആരുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? അത് ദാദാബായ് നവറോജിൻ്റെ ആണ്. ദാദാബായ് നവറോജിൻ്റെ ആണ് വോയിസ് ഓഫ് ഇന്ത്യ. ഇനി വന്ദേ മാതരം ആരുടെ തന്നെയാണ്? ലാലാ ലജ്പത് റായിൻ്റെ ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 2ഉം 4ഉം ശരിയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബോംബെ ക്രോണിക്കിൾ അത് ഫിറോസ് ഷാ മേത്തയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫിറോസ് ഷാ മേത്തേൻ്റെ ആണ് ബോംബെ ക്രോണിക്കിൾ. ഓക്കെ, നാലാമത്തെ ചോദ്യം. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം ഏതായിരുന്നു എന്ന ചോദ്യം. അത് നമ്മൾ നേരത്തെ പഠിച്ചു, അതുകൊണ്ട് എന്തായാലും പറയും ഓപ്ഷൻ ഡി മറാത്തയാണ് അല്ലേ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് മറാത്ത. പിന്നെ കേസരിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു യങ് ഇന്ത്യ. പിന്നെ ഏതൊക്കെയാണ് പഠിച്ചത്? ഹരിജൻ, അതേപോലെ തന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഇതൊക്കെ ആരുടെയാണ്? മഹാത്മാഗാന്ധിൻ്റെ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്, യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്, ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം കാണാലോ. ഓക്കെ, പത്രങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി എഡ്മണ്ട് ബ്രൂക്ക് ആണെന്ന് പറയുന്നു. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എഡ്മണ്ട് ബ്രൂക്ക് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രമാസികകൾ പുറത്തിറങ്ങുന്നത് ഹിന്ദി ഭാഷയിലാണെന്ന് പറയുന്നു. പത്രമാസികകൾ ശ്രദ്ധിച്ചു വായിക്കുക. പത്രമാസികകൾ ഇറങ്ങുന്നത് ഹിന്ദി ഭാഷയിൽ തന്നെയാണ്, ശരിയാണ്. 3, ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിയാണ് ചാൾസ് മെറ്റ്കാഫ്. ശരിയാണോ? അതെ, ശരിയാണ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്നത് ആരെയാണ്? ചാൾസ് മെറ്റ്കാഫിനെയാണ്. അതും ശരിയാണ്. അപ്പം 3 ശരിയാണ്. 4, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറയുന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശരിയായിട്ട് തോന്നും. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പത്രത്തിന്റെ പിതാവാണ് ആര്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. പക്ഷേ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അല്ല. ആരാണ്? ചലപതി റാവു ആണ് ശരിയായ ഉത്തരം. ചലപതി റാവു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ് ആൻസർ വരിക. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് എന്നാണ്? അത് നമ്മൾ പറഞ്ഞല്ലോ, 1780 ജനുവരി 29-നാണ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29 അതെ. ദേശീയ പ്രസ് ദിനം നവംബർ 16 അതും ശരി. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3 അതും ശരി. അപ്പോൾ 3 ശരിയാണ്. അപ്പോൾ ശരിയായ ജോഡിയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. നാലാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. നോക്കി നോക്കൂ, എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് PTI എന്ന് പറയുന്നു. ശരിയാണോ? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതാണ് PTI. അത് ശരിയാണ്. ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് PTI. രണ്ടാമത്തത് PTIയുടെ ഹിന്ദി വാർത്താ സർവീസാണ് ഭാഷ. അത് ശരിയാണോ? അതും ശരിയാണ്. അടുത്തത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസിയാണ് PTI എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, PTI അല്ല. ഏതാണ്? UNI ആണ്. UNI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അതാണ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസി. 3 തെറ്റാണ്. 4, ഇന്ത്യയിലെ ബഹുഭാഷാ ന്യൂസ് ഏജൻസിയാണ് UNI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 തെറ്റായിട്ടുള്ളത്. 3 എന്തുകൊണ്ട് തെറ്റിയെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രമുഖ പ്രസിദ്ധീകരണങ്ങളും സ്ഥാപകരും താഴെ നൽകുന്നു. ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സമ്പാദ് കൗമുദി ശരിയായ ജോഡി എന്നല്ല, ശരിയായ ജോഡി ചേരുംപടി ചേർക്കുക കേട്ടോ. അപ്പോൾ സമ്പാദ് കൗമുദി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആരുടേതാണ്? രാജാറാം മോഹൻ റായിൻ്റെ ആണ്. അപ്പോൾ 1 ബി ആണ് വരുന്നത്. അപ്പോൾ 1-ലും 1 ബി വരുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ എയിലേക്ക് എത്തി. പക്ഷെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത് എന്ന്. പ്രബുദ്ധ ഭാരത് ഏതാണ് വരിക? അത് സ്വാമി വിവേകാനന്ദനാണ്. ബഹിഷ്കൃത ഭാരത് വരിക BR അംബേദ്കർ ആണ്. കർമ്മയോഗി വരുന്നത് അരബിന്ദ ഘോഷാണ്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയായിരിക്കും ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ കേട്ടോ.